മാത്യു കുഴൽനാടൻ ചെയ്യുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ MLA മാസപ്പടി കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാം എന്നാണ് പറയുന്നത്. ഇഡിക്ക് ഇപ്പോൾ ഇനി വീണ ടിക്ക് സമൻസ് അയക്കൽ അടക്കമുള്ള അടുത്ത നടപടികൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇഡിയുടെ പ്രൊസീജിയർ ആണെങ്കിലും. തീർച്ചയായിട്ടും ഏറെ ഒരു സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, കോടതികൾക്കും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നൊരു സന്തോഷമുണ്ട്. ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഇത് കള്ളപ്പണം, അഴിമതിപ്പണം വെളുപ്പിക്കുന്ന പ്രക്രിയയാണ് നടന്നത് എന്ന്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിത് ഒരുപാട് നിയമജ്ഞരോ ജഡ്ജിമാരോ അഭിഭാഷകരോ ഒന്നും ആവണമെന്നില്ല, നിയമത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കണമെന്നില്ല. ഇതിൽ സംഭവിച്ച മാസപ്പടി എന്ന് പറയുന്നത് അഴിമതിയായി വാങ്ങുന്ന പണം ബാങ്ക് വഴി വാങ്ങുക, അതിന് ടാക്സ് അടച്ചു എന്ന് അവകാശപ്പെട്ട് അത് വൈറ്റ് മണിയാണെന്ന് ക്ലെയിം ചെയ്യുക. ഇതാണ് മാസപ്പടിയുടെ ചുരുക്കം പറഞ്ഞാൽ. അതാണ് ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ വാങ്ങുന്നു, ബാങ്ക് വഴി വാങ്ങുന്നു, അതിന് ടാക്സ്. ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ആദ്യത്തെ പ്രതികരണം നിങ്ങൾ ഓർത്തെടുക്കണം. അത് നിങ്ങളുടെ ഫയൽസിൽ കാണും. അവർ പറഞ്ഞ 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, വാങ്ങിയ പണത്തിന് ടാക്സും നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ക്രമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അഴിമതിയായിട്ടോ ഒന്നുമില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതാണ് അവരുടെ വെർഷൻ. ഈ വെർഷനാണ് അവർ കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ തന്നെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഇതിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം നടന്നുവെന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇഡി അന്വേഷണം മുന്നോട്ട് പോട്ടെ എന്ന് കോടതി പറയാൻ കാരണം. സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അപ്പൊ അത് വരുമ്പോൾ അഴിമതിയുടെ ആസ്പെക്റ്റും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാൻ പാടില്ല. അല്ല, ശ്രീ മാത്യു കുഴൽനാടൻ, ഒറ്റ കാര്യം കൂടി. ഇവിടെ ഈ ഇഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ കേവലം ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ വളരെ സ്വാഭാവികമെന്ന് അന്വേഷിക്കുന്ന ഏജൻസി എന്ന നിലയ്ക്കല്ലല്ലോ രാഷ്ട്രീയമായി ഇഡിയെ വിലയിരുത്തുക. ഇഡി അധികാരി വർഗത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള പൊളിറ്റിക്കൽ ടൂൾ എന്ന നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നു, സോണിയാഗാന്ധിയുടെ അടക്കം നാഷണൽ ഹെറാൾഡ് കേസിലടക്കമുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ കേസിൽ അന്വേഷണം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇഡിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ധാർമ്മിക പ്രതിസന്ധിയിലാക്കില്ലേ ഇഡിക്ക് അനുകൂലമായ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള പ്രതികരണങ്ങൾക്ക്? മാത്യു, പല ഘട്ടങ്ങളിലും ഇഡി ആ നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇന്ന് ഒരു അന്വേഷണ ഏജൻസിയാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ഒറിജിനലി നടക്കുന്ന കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അത് അന്വേഷിക്കാൻ മറ്റൊരു ഫോറും ഇല്ലല്ലോ. അവരുടെ അധികാരം മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് സത്യമായിരിക്കുമ്പോഴും ഒറിജിനലി ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും ഇവർക്കല്ലേ കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലെങ്കിലും സത്യസന്ധത അന്വേഷണം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു മാത്യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.